നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് സ്റ്റിറ്റ് ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ കാർഷികോത്സവത്തിന് തുടക്കം. മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കാർഷിക വിദ്യയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ അനിവാര്യമെന്ന് മന്ത്രി. 10 ദിവസങ്ങളിലായാണ് മേള നടക്കുന്നത്. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണം. പ്രതിഷേധം സംഘടിപ്പിച്ച് മുളവൂർ മേഖല മഹല്ല് ഏകോപന സമിതി. പായിപ്ര പഞ്ചായത്ത് പ്രസിഡന്റ് MS അലി ഉദ്ഘാടനം ചെയ്തു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനവും വികസിത കേരളം കൺവെൻഷനും ഞായറാഴ്ച. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. പെരിയാർ വാലി പുറമ്പോക്കിൽ ദീർഘകാലമായി താമസിക്കുന്ന അർഹതപ്പെട്ടവർക്ക് പട്ടയം നൽകണം. മന്ത്രിക്ക് നിവേദനം നൽകി CPI പായിപ്ര ലോക്കൽ കമ്മിറ്റി. പട്ടയം നൽകുവാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി. ബാലസംഘം മൂവാറ്റുപുഴ ഏരിയ വേനൽത്തുമ്പി കലാജാഥ സമാപിച്ചു. 2 EMS ലൈബ്രറിയിൽ ചേർന്ന യോഗം ബാലസംഘം ജില്ലാ കൺവീനർ NK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുന്ന അംഗൻവാടി അധ്യാപിക ഷേർലി AM-ന് അനുമോദനവും യാത്രയയപ്പ് സമ്മേളനവും നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. 10 ദിവസങ്ങളായി നടക്കുന്ന മൂവാറ്റുപുഴ കാർഷികോത്സവത്തിന് തുടക്കമായി. മന്ത്രി കെ രാജൻ കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന കൃഷി വകുപ്പ്, എറണാകുളം ജില്ലാ ഭരണകൂടം, DTPC, കുടുംബശ്രീ എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന മൂവാറ്റുപുഴ കാർഷികോത്സവം 2025-ന് തുടക്കമായി. മെയ് 3 മുതൽ 12 വരെ മൂവാറ്റുപുഴ EEC മാർക്കറ്റ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചിരിക്കുന്ന കാർഷികോത്സവത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കാർഷിക വൃത്തിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ ഈ കാലഘട്ടത്തിൽ അനിവാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു. ഒന്നാമതായി പറയാനുള്ളത് 10 ദിവസക്കാലം നീണ്ടു നിൽക്കുന്ന ഇങ്ങനെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാർഷികോത്സവത്തിന് നേതൃത്വം നൽകാൻ ശ്രദ്ധേയമായ വിധത്തിൽ ഇച്ഛാശക്തിയോടെ നേതൃത്വം നൽകിയ മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്തിനെയും അതിൻ്റെ പ്രസിഡന്റിനെയും അംഗങ്ങളെയും അതിനോട് സഹകരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, കൃഷി ഉദ്യോഗസ്ഥന്മാർ, ഈ സ്റ്റാളുകളിൽ അണിനിരക്കുന്ന ആളുകൾ എല്ലാവരെയും ചേർത്ത് ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള മൂവാറ്റുപുഴ കാർഷികോത്സവ ടീമിനെ, ബ്ലോക്ക് പഞ്ചായത്ത് നയിക്കുന്ന ടീമിനെ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ ആദ്യമേ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്യുക. കാർഷിക മേഖലയിൽ നവനവങ്ങളായിട്ടുള്ള ഇത്തരം ശ്രദ്ധപ്പെടുത്തലുകളും ഓർമ്മപ്പെടുത്തലുകളും അനിവാര്യമായി നിൽക്കുന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. മൂവാറ്റുപുഴയുമായി ബന്ധപ്പെട്ട ദീർഘകാലത്തെ അനുഭവമുള്ളത് കൊണ്ട് എനിക്കറിയാം, യഥാർത്ഥത്തിലൊരു ഹോർട്ടിക്കൾച്ചർ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായിട്ടുള്ള പഴവർഗ്ഗങ്ങളുടെ കൃഷിക്ക് ഒരു പ്രാധാന്യം നൽകുന്ന ഒരു കാർഷിക മേഖലയാണ് മൂവാറ്റുപുഴ. കാർഷിക മേഖല അല്ലാത്ത ഒരിടവും കേരളത്തിലുണ്ടാകില്ല. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ ഇടങ്ങളും കൃഷിയിടങ്ങളാക്കി മാറ്റുക എന്ന സന്ദേശം നാം ഒരുമിച്ച് ഉയർത്തിപ്പിടിച്ചപ്പോൾ മട്ടുപ്പാവിൽ പോലും കൃഷി ചെയ്യാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിൽ പകർന്നപ്പോൾ കൃഷിക്കാരില്ലാത്തവരായി ആർക്കും ഉണ്ടാകില്ല എന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു കൃഷിക്കാരന് കളക്ടറാകാൻ പ്രശ്നമാകും. ഒരു കൃഷിക്കാരൻ ഒരു പക്ഷേ ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോ ജഡ്ജിയോ ആകാൻ അവൻ്റെ പണിത്തിരക്കുകൾക്കിടയിൽ പ്രയാസമുണ്ടാകും. ഒരു കൃഷിക്കാരന് ഡോക്ടറോ എഞ്ചിനീയറോ ആകാൻ ചില പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഉണ്ടാകും. പക്ഷേ എല്ലാ ഡോക്ടർമാർക്കും, എല്ലാ എഞ്ചിനീയർമാർക്കും, എല്ലാ പോലീസുകാർക്കും, എല്ലാ ജഡ്ജിമാർക്കും, എല്ലാ കളക്ടർമാർക്കും കൃഷിക്കാരനാകാൻ പറ്റും എന്നുള്ളതാണ് കൃഷിയുടെ സാർവത്രികത. മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന വിവിധ സ്റ്റാളുകളുടെ ഉദ്ഘാടനം മാത്യു കുഴൽനാടൻ MLA-യും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടനും നിർവഹിച്ചു. ഉദ്ഘാടന സമ്മേളനത്തിൽ പഹൽഗ്രാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിച്ചു. മാത്യു കുഴൽനാടൻ MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KG രാധാകൃഷ്ണൻ, മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ്, ജില്ലാ കളക്ടർ NSK ഉമേഷ്, മുൻ MLA ബാബു പോൾ, മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ്, കേരള ബാങ്ക് ജനറൽ മാനേജർ ജോളി ജോൺ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ ഷേർലി സക്കറിയ, ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ഖാൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി TV പ്രശാന്ത്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, നഗരസഭാ കൌൺസിലർമാർ, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. 10 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രദർശനമേളയോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. ഊട്ടി മോഡൽ പുഷ്പമേള, കൃത്രിമ വനം,
വളർത്തോമനകളുടെ സംഗമം, അക്വേറിയം ടണൽ റൈഡ്, കാർഷിക പ്രദർശനം, സർക്കാർ അർദ്ധ സർക്കാർ സ്റ്റാളുകൾ, വ്യാപാര വിപണന മേള, നഴ്സറി സസ്യ പ്രദർശനവും വിൽപ്പനയും, ആസ്ട്രോഫിസിക്സ് പവലിയൻ, കുടുംബശ്രീ ഭക്ഷ്യമേള, ഫുഡ് ബ്ലോഗർ കോർണർ, വിപുലമായ കലാസന്ധ്യകൾ, അമ്യൂസ്മെന്റ് കാർണിവൽ, സെൽഫി കോർണറുകൾ തുടങ്ങിയവയാണ് മേളയുടെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. ഇവയ്ക്കു പുറമെ കാർഷിക മത്സരങ്ങൾ, കാർഷിക സെമിനാറുകൾ, ലോക റെക്കോർഡ് ശ്രമങ്ങൾ, കർഷക അവാർഡുകൾ, കാർഷിക വാരാഘോഷം എന്നിവയും നടത്തപ്പെടും. മുളവൂർ മേഖല മഹല്ല ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ വഖഫ് നിയമ ഭേദഗതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിച്ചു. പായ്പ്ര പഞ്ചായത്ത് പ്രസിഡന്റ് MS അലി ഉദ്ഘാടനം ചെയ്തു. വഖഫ് ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുളവൂർ മേഖല മഹൽ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മഹാസംഗമം സംഘടിപ്പിച്ചു. വിവിധ മഹല്ലുകളിൽ നിന്ന് നൂറുകണക്കിന് പേർ പങ്കെടുത്ത് മുളവൂർ PO ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി പൊന്നരിക്കപ്പറമ്പിൽ സമാപിച്ചു. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ, ഈ രാജ്യത്തെ പീഡിത പിന്നോക്ക ജനവിഭാഗങ്ങളെ, ഈ രാജ്യത്തെ ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ തുടർന്ന് നടന്ന യോഗം പായ്പട പഞ്ചായത്ത് പ്രസിഡന്റ് MS അലി ഉദ്ഘാടനം ചെയ്തു. കാലടി സംസ്കൃത സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അജയ് S ശേഖർ മുഖ്യപ്രഭാഷണം നടത്തി. യഥാർത്ഥത്തിൽ നമ്മുടെ ഭരണഘടനാ തത്വങ്ങളായിട്ടുള്ള സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, സാമൂഹ്യമായ നീതി, സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമൊക്കെ ആയിട്ടുള്ള നീതി, ഇത്തരത്തിലുള്ള അടിസ്ഥാന ജനായത്ത മൂല്യങ്ങൾ, അതിന് വലിയ പ്രതിസന്ധികളും പിന്നോട്ടടികളും അല്ലെങ്കിൽ മറയ്ക്കലുകളും മായ്ക്കലുകളും ഒക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുക. ജനായത്ത പ്രാതിനിധ്യം അല്ലെങ്കിൽ സാമൂഹ്യ നീതി അല്ലെങ്കിൽ മതേതര ചിന്ത, മത സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം നമ്മുടെ അടിസ്ഥാന ഭരണഘടനാ മൂല്യങ്ങളും മൗലിക അവകാശങ്ങളുമാണ്. അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിഷയം. ശിഹാബുദ്ദീൻ വാഫി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി, ചിന്ത, ആശയാവിഷ്കാരം, വിദ്യാഭ്യാസം, ഭക്തി, വിശ്വാസം, ആരാധന എന്നിവയ്ക്കുള്ള സ്വാതന്ത്ര്യം. MP അബ്ദുൽ ഖാദർ മൗലവി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ MM സീതി മുളാട്ട്, PM ബഷീർ ബാഖവി, TM അലി ബാഖവി, ഷംസ് മൗലവി, ചിലവ് ഫൈസൽ മൗലവി എന്നിവർ പ്രസംഗിച്ചു. BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിന്റെ ഉദ്ഘാടനവും വികസന കേരളം കൺവെൻഷനും ഞായറാഴ്ച നടത്തപ്പെടും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വെള്ളൂർക്കുന്നത്ത് പ്രവർത്തനം ആരംഭിക്കുന്ന BJP എറണാകുളം ഈസ്റ്റ് ജില്ലാ ഓഫീസിന്റെയും പുതുതായി തയ്യാറാക്കിയ ഹെൽപ്പ് ഡെസ്കിന്റെയും ഉദ്ഘാടനവും മൂവാറ്റുപുഴ മേള ഓഡിറ്റോറിയത്തിൽ മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിക്കുന്ന വികസിത കേരളം കൺവെൻഷനും ഞായറാഴ്ച നടത്തപ്പെടും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് BJP ഈസ്റ്റ് ജില്ലാ ഭാരവാഹികളായ PP സജീവ്, ET നടരാജൻ, അരുൺ P മോഹൻ, സൂരജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പ്രഥമ പത്രസമ്മേളനം നടക്കുമ്പോൾ കുറച്ച് വൈകി എന്നറിയാം, എങ്കിൽ തന്നെയും സംസ്ഥാന പ്രസിഡന്റ് പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമിനായി നമ്മുടെ ജില്ലാ ഓഫീസ് തയ്യാറായിരിക്കുകയായിരുന്നു. വെള്ളൂർക്കുന്നത്ത് നമ്മുടെ ഈ ജംഗ്ഷനിൽ തന്നെയാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുന്നത്. ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് നിർവഹിക്കുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ കാണാമെന്ന് വിചാരിച്ചത്. അതോടൊപ്പം തന്നെയാണ് വികസിത കേരള കൺവെൻഷനും നടക്കുകയാണ്. നമ്മുടെ വികസിത കേരള കൺവെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തിരിക്കുന്ന, പാർട്ടി കൊടുത്തിരിക്കുന്ന വലിയൊരു സ്ലോഗൻ, മാറാത്തത് ഇനി മാറും, കേരളം വികസനത്തിൻ്റെ പാതയിൽ എത്തിക്കുവാൻ കഴിയുന്ന പ്രകടന പത്രികയും അതിൻ്റെ രൂപവും അതിനപ്പുറമായിട്ടുള്ള എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്
സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്, പ്രാദേശിക അടിസ്ഥാനത്തിൽ വികസനത്തിന് വേണ്ടി നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾ ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ വികസിത കേരളം കൺവെൻഷൻ നടക്കുന്നത്. ആ കൺവെൻഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, കൺവെൻഷനിൽ പാർട്ടിയുടെ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഉപരിയുള്ള പ്രതിനിധികളാണ് ആ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. ഏതാണ്ട് 1000-ഓളം വരുന്ന പ്രതിനിധികൾ നമ്മളെ മേള ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന കൺവെൻഷനിൽ പങ്കെടുക്കും. സാധാരണ ഒരു പ്രോഗ്രാമിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നയവും പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന വികസന അജണ്ടയും അത് പ്രദർശിപ്പിച്ചുകൊണ്ട് തന്നെയായിരിക്കും നാം ആ കൺവെൻഷൻ നടപ്പിലാക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ നിങ്ങളെല്ലാവരെയും അതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുക. കേരളത്തിലുടനീളം 30 ഇടങ്ങളിലായാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം ആരംഭിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. പാർട്ടി ഓഫീസ് പുതിയ കാഴ്ചപ്പാടനുസരിച്ച് പാർട്ടി ഓഫീസിനോട് അനുബന്ധമായിക്കൊണ്ട് ഹെൽപ്പ് ഡെസ്ക്, നമുക്കറിയാം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് അറിയുവാനും അവരെ സഹായിക്കുവാനും അവർക്ക് എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു ഇടമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ ഓഫീസുകൾ മാറിയിട്ടുണ്ട്. പത്തരത്തിൽ വരുമ്പോൾ 30 ഇടങ്ങളിലായിട്ട് 30 സംഘടനാ ജില്ലകളിലായിട്ട് ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തനം കൂടി അന്ന് ആരംഭിക്കുകയാണ്. നമ്മുടെ ജില്ലയിലെയും ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രവർത്തന ഉദ്ഘാടനം പാർട്ടി ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം അവിടെ തന്നെ വിശാലമായിട്ടുള്ള സൗകര്യത്തോടു കൂടി നാം ഹെൽപ്പ് ഡെസ്കിൻ്റെ ഉദ്ഘാടനം കൂടി സംസ്ഥാന പ്രസിഡന്റ് നിർവഹിക്കുകയാണ്. തുടർന്ന് നേതൃസംഗമവും നടത്തപ്പെടും. സംസ്ഥാന ജില്ലാ നേതാക്കൾ പരിപാടികളിൽ പങ്കെടുക്കും. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പെരിയാർ വാലി പുറമ്പോക്കിൽ ദീർഘകാലമായി താമസിക്കുന്ന അർഹതപ്പെട്ടവർക്ക് പട്ടയം നൽകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 50 വർഷക്കാലമായി കനാൽ തീരത്ത് ജീവിക്കുന്നവർ ഉൾപ്പെടെ പട്ടയം ഇല്ലാത്തതിനാൽ അർഹമായ ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലാണ്. ഇത് പരിഗണിച്ച് ഭൂരഹിതരായ ജനങ്ങൾക്ക് പട്ടയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് CPI പായപ്ര ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട ഭൂരഹിതരുടെ യോഗം ചേർന്ന് മന്ത്രിക്ക് നിവേദനം നൽകുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഉന്നതതല യോഗം മെയ് മാസത്തിൽ തന്നെ ചേരുമെന്നും അർഹരായ ഭവനരഹിതർക്ക് അടിയന്തരമായി പട്ടയം നൽകുവാനുള്ള നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ബാലസംഘം മൂവാറ്റുപുഴ ഏരിയ വേനൽത്തുമ്പി കലാജാഥ സമാപിച്ചു. 40 വർഷത്തെ ദീർഘമായ സേവനത്തിന് ശേഷം കടതി കുര്യൻമല അങ്കണവാടിയിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപിക ഷേർലി AM-ന് അനുമോദനവും യാത്രയയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. അങ്കണവാടിയിൽ സംഘടിപ്പിച്ച ചടങ്ങ് നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. ഏതായാലും 40 വർഷക്കാലം ഈ പ്രദേശത്തെ കുട്ടികളെ കുളിപ്പിക്കാനും ഭക്ഷണം കൊടുക്കാനും അക്ഷരം പഠിക്കാനും അവിടെ എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് അവരെ നല്ല നിലയിലേക്ക് ഉയർത്താൻ അടിസ്ഥാനപരമായി ചെലയിട്ട ഷേർലി ചേച്ചിക്ക് വ്യക്തിഗതമായ പ്രശംസ നഗരസഭയ്ക്ക് വേണ്ടി ഈ അവസരത്തിൽ ഞാൻ അർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഷേർലി AM-നെ ചടങ്ങിൽ മൊമന്റോ നൽകി ആദരിച്ചു. വാർഡ് കൌൺസിലർ അമൽ ബാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അങ്കണവാടി ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയന ദൈവമൊന്ന്. വിരമിക്കുന്ന അംഗൻവാടി അധ്യാപിക ഷേർലി MS-ന് അനുമോദനവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ PP എൽദോസ് ഉദ്ഘാടനം ചെയ്തു. മുളവൂർ, മൂവാറ്റുപുഴ മുനിസിപ്പൽ സൗത്ത്, ആവോലി വില്ലേജ് കമ്മിറ്റികളിൽ പര്യടനം നടത്തി കലാപരിപാടികൾ അവതരിപ്പിച്ചു. തുടർന്ന് 2 EMS ലൈബ്രറിയിൽ ചേർന്ന യോഗം ബാലസംഘം ജില്ലാ കൺവീനർ NK പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ദേവിക ശ്രീരാഗ് അധ്യക്ഷത വഹിച്ചു. നിർമ്മല കോളേജ്, മൂവാറ്റുപുഴ, എറണാകുളം. An inspiring journey into the future. ന്യൂസ് ഡേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.